ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത്. നമ്മൾ സാമ്പാർ പരിപ്പും അതുപോലെ തന്നെ വഴുതനങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. വഴുതനങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. വഴുതനങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ വഴുതനങ്ങ റെസിപ്പീസിൻ്റെയും ലിങ്ക് ആ ഒരു പ്ലേലിസ്റ്റിൽ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക്, അതായത് വഴുതനങ്ങ റെസിപ്പീസ് മാത്രം, ആ ലിങ്ക് എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മുടെ ആ ഒരു പ്ലേലിസ്റ്റിലുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 2 പിടിയോളം സാമ്പാർ പരിപ്പ്, തുവരപ്പരിപ്പാണ് എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് കൊണ്ടുതരാം. സാമ്പാർ പരിപ്പിൻ്റെ അളവ് ഒരുപാട് അങ്ങ് കൂടരുത്. ഒരു 2 പിടി ഒന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. 2 പിടിയോളം എടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ കഴുകണം. കഴുകിയിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം മതി, അല്ലെങ്കിൽ ഒരുപാട് വെന്ത് കലങ്ങിപ്പോവും. അപ്പോൾ എന്താ, കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയോ. ഇനി ഇതിനകത്തേക്ക് ഉപ്പും അതുപോലെ തന്നെ എരിവിനനുസരിച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 1-2 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങ് ഉടഞ്ഞ് കലങ്ങി പോകുന്ന പരുവാവരുത്. വേവണം എന്നാൽ ഉടയുന്ന പരുവം ആവുകയും ചെയ്യരുത്. എന്നാൽ നന്നായി വേവുകയും വേണം കേട്ടോ, ആ ഒരു പരുവം. അപ്പോൾ ഞാനൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 വിസിൽ കേൾപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുതിർത്തിട്ടൊക്കെ വേവിക്കുന്നവരാണെങ്കിൽ 1 വിസിലൊക്കെ കേൾപ്പിച്ചെടുത്താലും മതിയാവും. ഉടഞ്ഞു പോരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊന്ന് ആയി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്താ, നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഉടഞ്ഞങ്ങ് കലങ്ങിപ്പോയിട്ടില്ല, എന്നാൽ നന്നായി വെന്തിട്ടുമുണ്ട്. ഇത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല വലിപ്പമുള്ള ഒരു വഴുതനങ്ങ. ചെറുതാണെങ്കിൽ മീഡിയം ടൈപ്പൊക്കെ ആണെങ്കിൽ 2 എണ്ണം ചേർക്കാം. നല്ല ചെറുതൊക്കെ ആണെങ്കിൽ 3 എണ്ണം വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള വഴുതനങ്ങയാണ്. ഞാൻ ആ ഫോട്ടോയിൽ കാണിച്ച പോലെ ഒരെണ്ണേ എടുത്തിട്ടുള്ളൂ. പച്ച വഴുതനങ്ങ ഉണ്ടല്ലോ, പച്ച കളർ വഴുതനങ്ങ ആണെങ്കിലും മതി. എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം പച്ച കളർ വഴുതനങ്ങയിൽ ചെയ്യുമ്പോഴാണ്. ഇതിനേക്കാൾ ടേസ്റ്റ് അതാണ് കേട്ടോ. ഇത് ചെയ്താലും ടേസ്റ്റാണ്, എന്നാൽ കുറച്ചും കൂടി എൻ്റെ ഫേവറേറ്റ് പച്ച കളർ വഴുതനങ്ങ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെയുള്ള പീസാക്കി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. ആ ഒരു കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് ഞെരടി പിഴിഞ്ഞാൽ വെള്ളം ഇല്ലാതെ ഊറ്റിയെടുക്കണം. വെള്ളം ഇല്ലാതെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അല്ലാതെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയുടെ കളറൊക്കെ മാറിപ്പോവും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം പരിപ്പാണ്. വഴുതനങ്ങ ഒന്ന് സോഫ്റ്റായി വരുന്നവരെ ഒന്ന് തിളയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ പരിപ്പായതുകൊണ്ട് തന്നെ വെള്ളം കുറവാണെങ്കിൽ കുറുകിപ്പോവും കേട്ടോ. അതുകൊണ്ട് കുറച്ച് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ, നല്ല പോലെ തിളയ്ക്കട്ടെ. അപ്പോൾ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. നമ്മുടെ വഴുതനങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. വഴുതനങ്ങ ഒന്ന് സോഫ്റ്റ് ആവണം, എന്നാൽ അങ്ങ് ഉടഞ്ഞങ്ങ് കലങ്ങണ പരുവാവുകയും ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ചൂടുവെള്ളം ഒഴിച്ചാലാണ് ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് നിൽക്കുന്നത്. നമ്മൾ ഈ വെന്ത് വരുന്നതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ, പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ ഒരു ടേസ്റ്റൊക്കെ മാറും. അപ്പോൾ ഞാനൊരു ഇത്തിരി കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്. കാരണം പരിപ്പായതുകൊണ്ട് തന്നെ തിളച്ച് വരുമ്പം കുറുകി വരുന്നുണ്ട്. നമ്മളങ്ങ് ഒരുപാട് തിക്കാക്കി എടുക്കരുത്, ഒരുപാട് ലൂസാക്കി എടുക്കരുത്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് നമ്മുടെ വഴുതനങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവം. ഇതിൽ കൂടുതൽ തിക്കാക്കരുത്.
ഇരിക്കുമ്പോൾ ഒന്നും കൂടി കുറുകാനുള്ള ചാൻസ് ഉണ്ട്, കാരണം പരിപ്പാണല്ലോ. അപ്പോൾ നന്നായിട്ട് കുറുകി പോകാനുള്ള ചാൻസ് ഉണ്ട് തണുക്കുമ്പോഴേക്കും. അപ്പോൾ ഇതിൽ ഇത്തിരി കൂടി ലൂസാക്കേണ്ടുന്നവർക്ക് ഇത്തിരി കൂടി ലൂസാക്കി എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക. ഇത് മതിയാവും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുകിട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും ഒരു 5-6 ചെറിയ ഉള്ളി കനം കുറച്ച് വട്ടത്തിലരിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അത്യാവശ്യം നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് മൂപ്പിക്കേണ്ട. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് സമയം എടുത്ത് മൂപ്പിച്ചെടുത്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റായി പോവും. ചെറിയ ഉള്ളി എപ്പോഴും നമ്മളിതുപോലെ മൂപ്പിച്ച് ചേർക്കുമ്പോൾ ആ കറിക്ക് തന്നെ ഒരു പ്രത്യേക സ്വാദും നല്ലൊരു ഫ്ലേവറും ഒക്കെയാണ്. അപ്പോൾ നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ വറ്റൽമുളകൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ തന്നെ താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് വരിക. അതുപോലെ ഇതുപോലെയുള്ള നാടൻ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല. ആ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്താൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തു, ബെലൈക്കൺ പ്രസ് ചെയ്തു, ഇതുവരെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് ഒരുപാട് പേര് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, വീഡിയോസ് ഇടുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ എന്തെങ്കിലും യൂട്യൂബ് അപ്ഡേറ്റ്സോ കാര്യങ്ങളോ കൊണ്ടാവാം അതുപോലൊരു ഇഷ്യൂ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഒന്നുകൂടെ അൺസബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അഗെയിൻ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. 3 ഓപ്ഷൻസ് കാണിക്കും. ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക. ഒന്നുകൂടെ അൺസബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ആദ്യം കാണുന്ന ഓൾ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും യൂട്യൂബ് അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഒക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. എന്നിട്ട് ഓക്കെ ആയിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോസൊക്കെ കാണാത്തവർ കണ്ട് നോക്കുക. വഴുതനങ്ങ റെസിപ്പീസ് നമ്മൾ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാമ്പാർ പരിപ്പ്, തോരപ്പരിപ്പ് കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. റിപ്ലൈ തരുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.